ഞാ ഞാൻ ഈ ഈ ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടാകാം. കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം, ഇതിൻ്റെ വാക്കാണ് വിക്ക് എന്ന് പറയുന്നത്. ഞങ്ങളതിനെ സ്റ്റാമറിംഗ് എന്നും വിളിക്കുന്നു. എല്ലാവരും കരുതുന്നത് വിക്ക് വരുന്നത് പേടി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അധികമായി സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക്, അതുപോലെ തന്നെ ബുദ്ധിപരമായ പ്രശ്നമുള്ളവർക്ക്, ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് മിക്കവരിലും കണ്ടുവരുന്നത്. എന്നാൽ വിക്ക് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഭാഷയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ ന്യൂറോളജിക്കൽ ഡിസ്റ്റർബൻസസ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് വിക്ക്. വിക്ക് അതുമൂലവും ഉണ്ടാകാം. അതുപോലെ തന്നെ ജനറ്റിക്കായിട്ട് ഒരു ഫാമിലിയിൽ ഒരാൾക്ക് വിക്കുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്കും വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് അഗെയിൻ വൺ മോർ ഫാക്ടർ ഈസ് ദർ, ലേൺഡ് ബിഹേവിയർ. ഇപ്പം കുഞ്ഞ് ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് വിക്കുണ്ടെങ്കിൽ അവനെ കണ്ട് മറ്റുള്ളവരും അത് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസിയും കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽ വിക്ക് കാണപ്പെടുന്നുണ്ട്. വിക്ക് എന്ന് ഉള്ള ഒരു അവസ്ഥയെക്കാളും ഇതനുഭവിക്കുന്ന വ്യക്തിക്ക് ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രശ്നം ഫേസ് ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ആ ഒരു മനോഭാവമാണ്. സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസിലും പോകുമ്പോൾ സ്വന്തം പേര് പോലും പറയാനായിട്ട് അവർ വളരെയധികം ഭയപ്പെടുന്ന ഒരവസ്ഥയാണ് കാണാറുള്ളത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവർ സംസാരിക്കാനായിട്ട് മുൻപോട്ട് വരികയില്ല. പ്രത്യേകമായിട്ട് അവരൊരു ഉൾവലിഞ്ഞ ഒരു സ്വഭാവമാണ് മിക്കപ്പോഴും കാണാറുള്ളത്. പല സിനിമകളിലും വിക്ക് എന്നുള്ളത് ഒരു കോമാളിത്തരമായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ചിന്തിക്കേണ്ടത് അവർ ഈ വ്യക്തിയെ ഈ ഒരു ഇതിൽ കൂടെ വരുമ്പോൾ എന്തുമാത്രം അവരെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വിഷയമാണ്. വിക്കെന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസുഖമല്ല. അത് നമ്മളുടെ വർത്താനം അല്ലെങ്കിൽ സ്പീച്ചിൽ വരുന്ന ജസ്റ്റ് ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം എന്നേ ഞങ്ങളതിനെ പറയുകയുള്ളൂ. വിക്കുള്ള ഒരു വ്യക്തിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, അവർ സംസാരിക്കുമ്പോൾ ക്ഷമയോടെ കേട്ടിരിക്കുക. രണ്ടാമതായി, അവർ പറഞ്ഞു തുടങ്ങുന്ന വാക്കുകൾ അവർക്കായി പൂർത്തീകരിച്ച് കൊടുക്കരുത്. അവർ സമയമെടുത്തോട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ അതെന്താണെന്ന് കേട്ടിരിക്കുക. മൂന്നാമതായി, അവരുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി സംസാരിക്കുക. ഒരിക്കലും അവരുടെ വായുടെ ചലനങ്ങളോ എങ്ങനെയാണത് പോകുന്നത് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒബ്സർവേഷൻ ഒരിക്കലും പാടില്ല. അവരുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കുക. എന്താണ് അവർ പറയുന്നത് എന്നുള്ളതിൽ ശ്രദ്ധ കൊടുക്കുക. എങ്ങനെയാണ് അവർ പറയുന്നതിലേട്ട് അധികം ശ്രദ്ധ കൊടുക്കാതിരിക്കുക. നാലാമതായി, ചിലർ പറയും, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം, സാവധാനം പറഞ്ഞോളൂ, തിരക്ക് പിടിക്കണ്ട, അങ്ങനെയുള്ള കമൻസ് കൊടുക്കുന്നത് ഒഴിവാക്കുക. അത് കൊടുക്കുന്നത് മൂലം അവരുടെ ടെൻഷൻ പിന്നെയും കൂടുകയാണ് ചെയ്യുന്നത്. ഇനി വിക്കുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും മുൻപോട്ട് ഉയരാൻ സാധിക്കില്ല. അങ്ങനെ പറയുന്നത് ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് സാർ, അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഹൃതിക് റോഷൻ, ബ്രൂസ് വില്ലിസ്, ഇവരെല്ലാവർക്കും സ്റ്റാമറിംഗ് ഉള്ളവരായിരുന്നു. ആൻഡ് ഇഫ് ദേ കുഡ് ഡു ഇറ്റ്, ഓഫ് കോഴ്സ് എല്ലാവർക്കും ഈ ഒരു വിക്ക് എന്നുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് വെളിയിലേക്ക് വരുവാൻ തന്നെ സാധിക്കും. എങ്ങനെയാണ് ഒരു വിക്കിനെ നമുക്ക് നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുന്നത്? അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു തെറപ്പി മൂഡാണ് സ്പീച്ച് തെറപ്പി. സ്പീച്ച് തെറപ്പി മാത്രമാണ് നമുക്ക് സയൻറ്റിഫിക്കലി സ്റ്റട്ടറിങ് അല്ലെങ്കിൽ സ്റ്റാമറിങ് എന്നുള്ളതിന് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. രജിസ്റ്റേർഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്പീച്ച് തെറപ്പിസ്റ്റ് അവർ വിക്കുള്ളവർക്ക് അസസ്മെൻ്റ് എടുത്ത് അവർക്ക് പറ്റുന്ന സ്ട്രാറ്റജീസ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് വിത്ത് എക്സസൈസസ് ആൻഡ് കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റാമറിങ് അല്ലെങ്കിൽ വിക്കിനെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരുന്നത്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറുണ്ട്. 2 വയസ്സ് 2.5 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ ഒരു നോർമൽ സ്റ്റാമറിങ്, ഒരു നോർമൽ ഡെവലപ്മെൻറ്റൽ സ്റ്റട്ടറിങ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് മിക്കവാറും കാണാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും യു ഹാവ് ടു കൺസൾട്ട് എ സ്പീച്ച് തെറപ്പിസ്റ്റ് ടു
identify or to monitor whether it is a normal pattern or whether it is going to be a problem for that child. സോ വിക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മൂല്യത്തെ നിശ്ചയിക്കുന്നതല്ല. പ്രത്യേകമായി ശ്രദ്ധിക്കുക, നമ്മൾ അവരെ ഒരിക്കലും ഒരു എംപത്തറ്റിക്കൽ ഓർ സിമ്പത്തറ്റിക്കൽ വേയിലല്ല കാണേണ്ടത്. അവരെ ബഹുമാനിക്കുക, അവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുക. For any more clarifications or doubts, you are most welcome to contact us at Spark Rehabilitation Center in Kollam.